ഇപ്പോൾ SBI ആക്രമണത്തെക്കുറിച്ച് പോലീസ് പ്രതികരിക്കുകയാണ്. അതിലേക്ക് SBI ആവശ്യപ്പെട്ടത് എൻ്റെ അറിവില്ല. ഇനിയിപ്പം വേറെ ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്പെടണമെന്നുള്ള കാര്യം എനിക്കറിയില്ല. തിരുവനന്തപുരം ട്രഷറി ബാങ്കിലാണ് ഇത്തരത്തിൽ സമരക്കാരുടെ ഒരു ആക്രമണം ഉണ്ടായത്. അവിടെ സാധന സാമഗ്രികൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം, സമരാനുകൂലികൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സെയ്ഫ് സൈലാബ്ദീൻ ഉണ്ട് വിവരങ്ങളുമായി. സെയ്ഫ്, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? വലിയ അക്രമം അവിടെ അരങ്ങേറിയോ അല്പം മുമ്പ്? സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു അക്രമം ഉണ്ടായത്. സമരാനുകൂലികളായ കുറച്ച് 15ഓളം പ്രവർത്തകർ ട്രഷറി ബാങ്കിനുള്ളിലേക്ക് കയറിക്കൊണ്ട് മാനേജറുടെ ക്യാബിനുള്ളിൽ കയറി അവിടെ ഉപകരണങ്ങൾ തല്ലി തകർത്തതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് വ്യാപകമായ തരത്തിലുള്ള അക്രമമാണ് ഈ ബാങ്കിനുള്ളിൽ നടന്നത്. ഇതിനെ ഏതാണ്ട് 15ഓളം പ്രവർത്തകരാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അല്പസമയം മുമ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ളവർ ഈ ബാങ്കിൽ എത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം അല്പസമയം മുമ്പ് ലഭ്യമായിട്ടുണ്ട്. പ്രതികളെ ഉടനെ തന്നെ കണ്ടെത്തും എന്ന വിശദീകരണമാണ് അവർ നൽകിയിരിക്കുന്നത്. പോലീസിന്റെ സുരക്ഷ കാര്യമായി ഉണ്ടായിരുന്നില്ല എന്ന പരാതി ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ പ്രവർത്തകർ ഇതിനുള്ളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അത് തടയാൻ വേണ്ടിയോ ഇവർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയോ ആവശ്യമായ പോലീസുകാർ ഇല്ല എന്ന പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്ക് അകത്തെ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. കാരണം ഈ മാനേജറുടെ ക്യാബിനുള്ളിൽ കയറിക്കൊണ്ട് അവിടെ ടേബിളിന് മുന്നിലുണ്ടായിരുന്ന ഗ്ലാസുകളും മറ്റും തകർക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ആവശ്യമായ പോലീസുകാർ ഇല്ല എന്ന പരാതി പൊതുവെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് കൂടുതൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്തി തെളിവെടുപ്പും മറ്റും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയ്ഫ്, ഇപ്പോൾ സമരക്കാർ പൂർണ്ണമായും അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ടോ? ഈ അക്രമത്തിന് പിന്നാലെ തന്നെ സമരക്കാർ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് പോലീസ് എത്തി ഇവിടെ തെളിവെടുപ്പ് നടത്തിയത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഗ്ലാസും മറ്റും തകർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ ഏതാണ്ട് 15ഓളം പ്രവർത്തകർ എത്തി ഈ ബാങ്കിനുള്ളിലേക്ക് ഇരച്ചു കയറുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തൊട്ട് പിന്നാലെ തന്നെ ഈ അക്രമം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയ സമരാനുകൂലികളായ പ്രവർത്തകർ അതിനുശേഷം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി. നമുക്ക് ഇവിടുത്തെ മാനേജറുടെ ക്യാബിനുള്ളിലെ കമ്പ്യൂട്ടറും മറ്റും അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. മാനേജറുടെ ടേബിളിലുണ്ടായിരുന്ന ഗ്ലാസ് അടക്കം അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സമരപ്പന്തലിന് ഈ ബാങ്കിന് തൊട്ട് മുന്നിലാണ് സമരപ്പന്തൽ കെട്ടിയിരിക്കുന്നത്. അവിടെ ആവശ്യമായ പോലീസുകാരുണ്ടായിട്ടും ബാങ്കിനുള്ളിലേക്ക് എത്തി പ്രവർത്തകർ അക്രമം നടത്തിയപ്പോഴും അതിനെ തടയാൻ വേണ്ടിയോ മറ്റോ പോലീസിന്റെ ആവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന പരാതി ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഗ്ലാസും കമ്പ്യൂട്ടറും മറ്റും അടിച്ചു തകർത്തിട്ടിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ സമരാനുകൂലികളുടെ പന്തലിന് തൊട്ട് പുറകിലായിട്ടുള്ള ബാങ്കിലാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത്. എന്നിട്ടും ഇത് തടയാൻ വേണ്ടിയുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം ഈ ബാങ്ക് തുറന്ന് പ്രവർത്തിച്ചതാണോ? സേഫ്, അതായത് കഴിഞ്ഞ ദിവസം ഈ ബാങ്ക് തുറന്ന് പ്രവർത്തിച്ചതാണോ അതോ ഇന്ന് തുറന്ന് പ്രവർത്തിച്ചപ്പോൾ തന്നെ അത് അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണോ ഈ സമരക്കാരെത്തിയത്? അക്കാര്യത്തിലൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ ബാങ്കിന് തൊട്ട് മുന്നിലാണ് ഈ സമരപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത്. ആ സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 15ഓളം പ്രവർത്തകരാണ് ഈ ബാങ്കിനുള്ളിലേക്ക് ഇരച്ചു കയറുകയും മാനേജറുടെ ക്യാബിന് ഉള്ളിൽ വന്ന് ഈ മാനേജറുടെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മാനേജറുടെ ടേബിളിലും ഉണ്ടായിരുന്നുള്ള ഗ്ലാസും തകർത്തത്. അതിനുശേഷം തൊട്ട് പിന്നാലെ തന്നെ ഈ പ്രവർത്തകർ പുറത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഇതിന് മുന്നിലുണ്ടായിരുന്ന പോലീസുകാർ ഇവർ അറസ്റ്റ് ചെയ്യാനോ മറ്റേതെങ്കിലും നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് വിശദീകരണം നൽകുന്നുണ്ട്. എന്നാൽ അക്കാര്യത്തിലൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. കാരണം CCTVയിലടക്കം പ്രവർത്തകരുടെ ദൃശ്യങ്ങളും മറ്റുമുണ്ട്. വേഗത്തിൽ തന്നെ ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഇടപെടൽ പോലീസിന് നടത്താനും കഴിയും. കാരണം ഈ സമരപ്പന്തൽ ഇതിന് തൊട്ട് മുന്നിലാണ് ഉള്ളത്. എന്നിട്ടും അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും വ്യാപകമായ ഒരു അക്രമം, ഒരു ബാങ്കിൽ കയറി അക്രമം നടത്തുക എന്നുള്ള ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയോ സ്ഥാപനങ്ങൾ അടപ്പിക്കുകയോ ചെയ്യില്ല എന്ന വിശദീകരണമായിരുന്നു ആദ്യഘട്ടത്തിൽ അവർ നൽകിയിരുന്നത്. എന്നാൽ അത് ആ നേതാക്കളുടെ വാഗ്ദാനം പൂർണ്ണമായും നടപ്പായില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ
തന്നെ കാണാൻ കഴിയും. കാരണം നിർബന്ധിച്ച് സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ബാങ്കിൽ കയറി അതിക്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്നിട്ടും ആ പ്രവർത്തകരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആവശ്യമായ സുരക്ഷ ഒരുക്കുമെന്ന് പോലീസ് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും ആ വാഗ്ദാനവും നടപ്പായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആവശ്യമായ സുരക്ഷ ഒരുക്കാൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന് മുന്നിലാണ് സമരപ്പന്തൽ കെട്ടിയിരിക്കുന്നത്. ആ സമരപ്പന്തലിനോട് ചേർന്ന് ഒരു ബാങ്ക് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യമായ സുരക്ഷ ഒരുക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ടായിരുന്നു. അതുപോലും പോലീസുകാർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു ബാങ്കിൽ കയറി, അതും തിരുവനന്തപുരത്തെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കിൽ കയറി ഒരു കൂട്ടം സമരാനുകൂലികൾ അതിക്രമം നടത്തിയിരിക്കുന്നു. ബാങ്ക് മാനേജറുടെ സിസ്റ്റം, അത് കമ്പ്യൂട്ടർ സിസ്റ്റം അടക്കമുള്ളവ അടിച്ച് തകർത്തിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. എന്തായാലും അവരെ കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഊർജിതമായി നടക്കും. വേഗത്തിൽ തന്നെ പ്രതികളെ കണ്ടെത്തുമെന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. സേഫ്, അതായത് പോലീസ് അവിടെ മതിയായ സുരക്ഷ ഒരുക്കിയിട്ടില്ല. ഈ അക്രമികൾക്ക് ഇങ്ങനെ വിളയാടാൻ ഉള്ള അവസരം പോലീസ് അവിടെ ഉണ്ടാക്കി കൊടുത്തു. അതിൽ ഇടപെടാൻ പോലീസ് ആദ്യഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ ഈ സമരാനുകൂല പ്രവർത്തകർ എത്തിയപ്പോൾ അത് തടയാൻ വേണ്ടിയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഉണ്ട്. സർ, ഈ ബാങ്കിൽ ഉദ്യോഗസ്ഥരാണ്. ഇത് എന്താ സംഭവിച്ചെന്താ? ഉദ്ദേശം ഒരു 10:15 ഒരു 10-15 പേരടങ്ങുന്ന ഒരു സംഘം ഇതിൻ്റെ അകത്ത് കയറി വരികയും പെട്ടെന്ന് തന്നെ മാനയുടെ റൂമിലേക്ക് തള്ളിക്കയറി. മാനേജടുത്ത് എന്താ ഞങ്ങൾ സമരം ചെയ്യുകയാണ്, നിങ്ങളെന്താ ഇത് അടയ്ക്കാത്തതെന്ന് ചോദിച്ചു. മാനേജർ പറഞ്ഞു കുറച്ച് ഞങ്ങൾ ഉടൻ തന്നെ അടയ്ക്കാൻ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കുറച്ച് പേര് ഞങ്ങൾ പങ്കെടുക്കാത്തവർ മാത്രമേ എൻ്റെ അകത്തിരിക്കുന്നുള്ളൂ, ഞങ്ങൾ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ അടയ്ക്കാം. ഇത് പറയുന്നതിന് മുന്നായിട്ട് തന്നെ മാനേജറുടെ അതുപോലെ തന്നെ ഞങ്ങളുടെ തന്നെ ഒരു സ്റ്റാഫ് ഇന്നലെ ഇവിടെ കയറി വന്നിട്ട് ഞങ്ങളുടെ ഈ എതിർ യൂണിയനിലുള്ള ഒരു സ്റ്റാഫ് ഇവിടെ കയറി വന്ന് ഉച്ചയ്ക്ക് ശേഷം ബഹളം ഉണ്ടാക്കുകയും മദ്യപിച്ചിട്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയും പുള്ളിയെ ഞങ്ങളെല്ലാം പറഞ്ഞ് പുറത്തു വിടുകയും ചെയ്തു. ആ പുള്ളി തന്നെയാണ് അവരെല്ലാം കൂടെ ചേർന്നാണ് ഇന്ന് ഇവരെ ഈ പാർട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നാണ് ഞങ്ങളുടെ സംശയം. ഇത് ഇന്നലെ തുറന്ന് പ്രവർത്തിച്ചിരുന്നു ബാങ്ക്? ഇന്നലെ ബാങ്ക് തുറന്ന് പ്രവർത്തിച്ചിരുന്നു, യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇന്ന് രാവിലെ 10:15 ശേഷമാണ് ഈ സംഭവം നടന്നത്. പെട്ടെന്ന് പ്രകോപനം ഉണ്ടാവാൻ ഞങ്ങളുടെ തന്നെ എതിർ യൂണിയനിലുള്ള ആൾക്കാരായിരിക്കാം ഇങ്ങോട്ട് വിട്ടത്. കാര്യം ബാങ്കിൻ്റെ ഈ UFBA എന്ന് പറയുന്ന സംഘടന ഇതിൽ പങ്കെടുക്കുന്നില്ല. UFBAയിലാണ് ഈ ഓഫീസേഴ്സും മറ്റ് സ്റ്റാഫുകളും അടങ്ങുന്ന ഭൂരിഭാഗ വിഭാഗമുള്ളത്. പക്ഷേ അവരൊന്നും ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രകോപനം ആയിരിക്കാൻ സാധ്യത. ജീവനക്കാരുടെ അറ്റൻഡൻസ് ഇന്നലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അത് എല്ലാവരെയും ഫുൾ അറ്റൻഡൻസ് ആയിരുന്നു. അതിൽ 4 പേര് മാത്രമേ എതിർ യൂണിയനുള്ള അവരെ സ്ട്രൈക്കിൽ പങ്കെടുക്കുന്നുള്ളൂ. ഈ പോലീസുകാർ ഇവിടെ വന്നിപ്പോൾ മാനേജറുടെ ഇന്ന് ഒരു FIR വാങ്ങിച്ചു, ഒരു റിപ്പോർട്ട് വാങ്ങിച്ചു, കൊണ്ടുപോയി. ഇത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നവർ തന്നെ വിശദീകരിക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. ഇതുവഴിയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതുവഴിയാണ് ഈ സമരാനുകൂലികളായ പ്രവർത്തകർ ഇതിനുള്ളിലേക്ക് വരികയും ബാങ്ക് അടിച്ചു തകർക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തത്. അത് ഏതാണ്ട് 15ഓളം പ്രവർത്തകർ ഒരുമിച്ചെത്തിയാണ്. ഈ വഴി 15ഓളം പ്രവർത്തകർ ഒരുമിച്ചെത്തിയാണ് ഇതിനുള്ളിൽ മാനേജറുടെ ക്യാബിനുള്ളിൽ കയറി അതിക്രമം നടത്തിയത്. മാനേജറുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും അതുപോലെ തന്നെ മാനേജറുടെ ടേബിളിന് മുന്നിൽ ഉണ്ടായിരുന്ന ഗ്ലാസും അടിച്ചു തകർത്തു. ഈ സമരാനുകൂലികളായ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഈ സമരാനുകൂലികൾ ഒരു സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. കാരണം നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ തൊട്ട് മുന്നിൽ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അതിക്രമം ഉണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സമരപന്തലിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരാണ് ഇതുവഴി കടന്നു വരികയും ഈ ബാങ്കിനുള്ളിലേക്ക് കയറി മാനേജറുടെ ക്യാബിനുള്ളിലേക്ക് കയറി അതിക്രമം നടത്തുകയും ചെയ്തത്. ഇത് ഇന്നലെ തുറന്ന് പ്രവർത്തിച്ച ബാങ്കായിരുന്നു. ഇന്നലെ കാര്യമായ അതിക്രമങ്ങളോ പ്രതിഷേധങ്ങളോ ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. കാരണം 4ഓളം പ്രവർത്തകർ ഇന്നലെ ജീവനക്കാർ മാത്രമാണ് ഇവിടെ വരാതിരുന്നത്. ബാക്കി ഉള്ള എല്ലാ ജീവനക്കാരും ഈ ബാങ്കിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ അതിക്രമം നടന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ പോലീസുകാർ ഇപ്പോൾ ഈ തെളിവെടുപ്പിന് വേണ്ടി മറ്റും എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രവർത്തകർ ഇതിനുള്ളിലേക്ക് വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന പരാതി ബാങ്ക് അധികൃതരും പങ്കുവെക്കുന്നുണ്ട്. സേഫ്, അതായത് മതിയായ പോലീസുകാർ അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണോ, അതോ ഉണ്ടായിരുന്ന പോലീസുകാർ പോലും ഈ അക്രമികളെ തടയാൻ മുന്നിട്ട് നിന്നില്ല എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത്?
കൂടുതൽ പോലീസുകാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ബാങ്ക് മാനേജർ നമ്മോട് കൂടി ചേരുന്നുണ്ട്. എന്താണ് സാർ സംഭവിച്ചത്? ഒരു 10-15 പേരടങ്ങുന്ന സംഘം ആണ്. അവർ വന്ന് ഇതേമാതിരി വളരെ മോശമായി സംസാരിക്കുകയും പണിമുടക്കാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് തെറി പറയുകയും ചെയ്തു. ഇന്നലെ നമ്മൾ തുറന്ന് പ്രവർത്തിച്ചു. ഇന്നലെ പ്രശ്നം തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ ആസൂത്രിതമായ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്. അവർ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആവശ്യമായ സുരക്ഷ, പോലീസിന്റെ സുരക്ഷ ഇല്ലായിരുന്നു എന്നൊരു പരാതി ഇല്ല, അങ്ങനെ കാരണം ഇന്നലെ ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിച്ചിരുന്നതാണ്. അങ്ങനെയൊന്നും തോന്നിയില്ല. ഇന്നലെ പ്രവർത്തിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാൻ ഒരു കാരണം എന്തായിരിക്കും? അല്ല, അതും അറിയില്ല. എന്താണ് സിസ്റ്റം എല്ലാം അടിച്ച് തകർത്തു? അതെ, സിസ്റ്റം ബാങ്ക് അടയ്ക്കണമെന്ന് പറഞ്ഞാണോ? അതെ അതെ അതെ. എന്തായാലും ബാങ്ക് മാനേജറും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ പ്രവർത്തിച്ച ബാങ്ക് ഇന്ന് പ്രവർത്തിച്ചപ്പോൾ എന്തുകൊണ്ട് അതിക്രമം ഉണ്ടായി എന്ന കാര്യത്തിലൊരു വ്യക്തത അവർക്കുമില്ല. കാരണം നമുക്ക് തന്നെ അറിയാൻ കഴിയും, ഇന്നലെ ബാങ്ക് പ്രവർത്തിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ ഏതെങ്കിലും പ്രതിഷേധങ്ങളോ ഇതിന് മുന്നിൽ ഉണ്ടായില്ല. കാരണം നമുക്ക് ദൃശ്യങ്ങൾ നേരത്തെ കണ്ട പോലെ ഇതിന് തൊട്ട് മുന്നിലാണ് സമരാനുകൂലികളുടെ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് ബാങ്ക് ഇന്നലെ പ്രവർത്തിച്ചിട്ട് ഇന്നലെ പ്രശ്നം ഉണ്ടായില്ല, ഇന്ന് എന്തുകൊണ്ട് പ്രശ്നമുണ്ടായി എന്ന വലിയ ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും, ഈ പ്രതിഷേധക്കാർ ഏതാണ്ട് 15ഓളം പേർ പ്രതിഷേധക്കാർ ഇതിനുള്ളിലേക്ക് വരുമ്പോൾ ആവശ്യമായ പോലീസുകാർ അതിനെ തടയാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എന്തായാലും ബാങ്ക് മാനേജറുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും അതുപോലെ തന്നെ ടേബിളും എല്ലാം അടിച്ചു തകർത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ പ്രതിഷേധക്കാർ, സമരക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. റൈറ്റ്. എന്തായാലും വലിയ അതിക്രമമാണ് തിരുവനന്തപുരത്തെ SBI ബ്രാഞ്ചിൽ ഉണ്ടായിരിക്കുന്നത്. മാനേജറുടെ കമ്പ്യൂട്ടർ സിസ്റ്റം അടക്കം അടിച്ചു പൊളിക്കുകയും വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. ഏകദേശം 15ഓളം വരുന്ന ഹർത്താൽ പണിമുടക്ക് അനുകൂലികളാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത്. ഈ ബാങ്കിന് തൊട്ട് മുന്നിലാണ് ഇവരുടെ സമരപ്പന്തൽ ഉള്ളത്. അവിടെ നിന്നെത്തിയ ആളുകളാണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. മതിയായ പോലീസുകാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, പോലീസ് സുരക്ഷ കൃത്യമായി ഒരുക്കിയിട്ടില്ല എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിരവധി ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ വലിയ അതിക്രമം ഈ ബാങ്കിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സേഫ് സൈലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.